എല്ലാവർക്കും സ്വാഗതം. +1 കെമിസ്ട്രിയിലെ അറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡിഫറെന്റ് ആറ്റം മോഡൽസ് പരിചയപ്പെട്ടു. അതായത് H. തോമസിന്റെ പ്ലം ആൻഡ് പുഡിംഗ് മോഡൽ, പിന്നെ റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ, പിന്നെ ബോർ മോഡൽ പറഞ്ഞു. അപ്പൊ ഇനി ആ റുദർഫോർഡുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് റുദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അത് മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ഒബ്സർവേഷനും ഇൻഫറൻസും ഒക്കെ മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം വന്ന ഡുവൽ നേച്ചർ, ഡി ബ്രോളിയുടെ ഡുവൽ നേച്ചർ, ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ആ രണ്ട് കൺസെപ്റ്റ് കൂടെ വരുന്ന സമയത്ത്, പിന്നെ അതുപോലെ തന്നെ ഷ്രോഡിംഗറിന്റെ വേവ് ഇക്വേഷൻ, ഇതെല്ലാം വരുന്ന സമയത്ത് ഇലക്ട്രോണിനെ വേവ് ആയിട്ട് കൂടെ സങ്കല്പിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ ഇലക്ട്രോണിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വേവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ് കൂടെ നമ്മൾ പഠിക്കേണ്ടി വരുന്നു. അപ്പൊ ഇനി നമുക്ക് രണ്ട് വേവുകൾ സങ്കല്പിക്കാം. അതായത് ഞാനിവിടെ രണ്ട് വേവ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വേവിനെ നമുക്ക് എ എന്ന് പേരിടാം, രണ്ടാമത്തെ വേവിന് ബി എന്ന് പേരിടാം. അപ്പൊ എങ്കിൽ ഈ രണ്ട് വേവും കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങൾ വേവിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ രണ്ട് വേവും എ എന്ന വേവും ബി എന്ന വേവും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതില് നീളം കൂടിയ വേവ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. അതായത് ഒരു വേവ് മാത്രം നമ്മൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു വേവ് മാത്രം മനസ്സിലാക്കുക. ഇതാ എ എന്നറിയപ്പെടുന്ന വേവ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇതുവരെ എത്തുന്നു. ഒരു വേവിന് ഇത്രയും നീളം അവിടെ ഉണ്ട്. അതേസമയം ബി എന്ന വേവിന്റെ പ്രത്യേകത, നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു വേവ് പൂർത്തിയാവുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലാവുന്നുണ്ട് നീളം കൂടിയ വേവ് എ എന്ന വേവ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഇങ്ങനെ വേവിന്റെ നീളം എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്. അപ്പോ നമ്മൾ ഇലക്ട്രോൺസിന് വേവ് നേച്ചർ ഉള്ളത് കൊണ്ട് വേവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തെ വാക്ക് വേവ് ലെങ്ത് ആണ്. ഈ വേവ് ലെങ്ത് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ എന്നൊരു അക്ഷരം ഉപയോഗിച്ചിട്ടാണെന്ന് ഓർമ്മ വേണം. അപ്പൊ ഇനി വേവ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി, അതൊരു വേവിന്റെ ലെങ്ത് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി പരീക്ഷയ്ക്ക് ഇത് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഇതുവരെയുള്ള ദൂരം ലാംഡയാണെങ്കിൽ ഇതുവരെയുള്ള ദൂരവും ലാംഡയാണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ദൂരവും ലാംഡയാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ഡെഫിനേഷൻ എഴുതാൻ വേണ്ടി മാത്രം പറയുന്നു. ഈ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ക്രസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ എങ്കിൽ ഈ ദൂരം തന്നെയാണ് ഈ ദൂരം. അപ്പൊ അതുകൊണ്ട് തന്നെ വേവ് ലെങ്ത്തിന്റെ ഡെഫിനേഷൻ പറയുന്ന സമയത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ക്രസ്റ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അഡ്ജസന്റ് ട്രഫ് എന്നും പറയാറുണ്ട്. ഓക്കെ, താഴ്ന്ന കുഴി പോലുള്ള സ്ഥലങ്ങൾ ട്രഫ് എന്ന് പറയണം. സോ വേറൊന്നുമില്ല, യഥാർത്ഥം പറഞ്ഞാൽ വേവ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വേവിന്റെ നീളം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ ഡെഫിനേഷൻ നോക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ക്രസ്റ്റ് എന്നോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ട്രഫ് എന്നോ പറയുക. അപ്പൊ ഇനി ലെങ്ത് ആയതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് പറയുന്ന സമയത്ത് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റുകൾ പറയണം. പക്ഷെ ഒരു വേവിന് വളരെ ചെറിയ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ചെറിയ യൂണിറ്റുകളായ ആംഗ്സ്ട്രോങ് യൂണിറ്റുകളോ നാനോമീറ്ററോ പോലുള്ള സാധനങ്ങൾ യൂണിറ്റ് ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം, ഇത്രയും സ്ഥലത്ത് നമ്മൾ വരച്ചിരിക്കുന്ന വേവുകളുടെ എണ്ണം. അപ്പൊ പുതിയൊരു കാര്യം പറയുന്നു, ഇതുവരെയുള്ള സ്ഥലം അത് തന്നെയാണ് ഇതുവരെയുള്ള സ്ഥലവും. അപ്പൊ എങ്കിൽ അത്രയും ദൂരത്തേക്ക് വരച്ചിരിക്കുന്ന വേവുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ആദ്യം വരച്ചിരിക്കുന്ന എ എന്ന വേവിന്റെ എണ്ണം ഇവിടെ 2 ആണ്. ഇനി ബി എന്ന വേവ് പരിശോധിക്കുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 ഒരു 6ഓളം വേവുകൾ അവിടെ ഉണ്ട്. അപ്പോ നീളം കൂടുതലുള്ള വേവ് എ ആണെങ്കിലും പക്ഷെ എണ്ണം കൂടുതലുള്ള വേവ് ബി ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എങ്കിൽ വേവുകളുടെ എണ്ണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഫ്രീക്വൻസി എന്ന് ഓർമ്മ വേണം. ഫ്രീക്വൻസി.
അപ്പൊ എങ്കിൽ ഫ്രീക്വൻസിക്ക് എന്താണ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പർട്ടിക്കുലർ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു പ്രത്യേക പോയിന്റിൽ ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന വേവുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന വാക്കുകൊണ്ട് പറയേണ്ടത്. അപ്പോൾ കണ്ടപ്പോഴേ മനസ്സിലായി, നീളം കൂടുന്നതനുസരിച്ച് എണ്ണം കുറയുന്നുണ്ട്. ഇവിടെ നീളം കൂടുതലാണ്, പക്ഷെ 2 വേവ്സേ ഉള്ളൂ. പക്ഷെ ഇവിടെ നീളം കുറവാണ്, അപ്പൊ അതിനകത്ത് 6 വേവ്സ് ഉള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വേവ് ലെങ്തും ഫ്രീക്വൻസി നമ്മൾ സാധാരണ ന്യൂ എന്ന അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് വേവ് ലെങ്ത് കുറയുന്നു, അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസി കുറയുന്നു. ഓക്കെ, അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. അങ്ങനെ എഴുതാം, ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. ഇനി പ്രൊപ്പോർഷണലിറ്റി മാറ്റാൻ വേണ്ടി ന്യൂ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വരാം. ആ കോൺസ്റ്റന്റ് ഇവിടെ നമ്മൾ പറയുന്നത് c ബൈ ലാംഡ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പുതിയൊരു ഫോർമുല ഇവിടെ കിട്ടിയിട്ടുണ്ട്. ന്യൂ ഈക്വൽ ടു c ബൈ ലാംഡ എന്ന് പറയണം. c എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ എങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇലക്ട്രോൺസിന് വേവിന്റെ നേച്ചർ കൂടെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യുന്ന സമയത്ത് വേവുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ അതിൽ ഒന്നാമത്തെ വാക്ക് വേവ് ലെങ്ത് പറഞ്ഞു, രണ്ടാമത്തെ വാക്ക് ഫ്രീക്വൻസി പറഞ്ഞു. വേവ് ലെങ്ത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ പറയാം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസ്റ്റന്റ് ക്രസ്റ്റ് എന്നോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസ്റ്റന്റ് ട്രഫ് എന്നോ പറയുക. ഇനി അടുത്ത ഫ്രീക്വൻസിയുടെ കാര്യം പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പർട്ടിക്കുലർ പോയിന്റ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയാം. ഇനി ഫ്രീക്വൻസിയും വേവ് ലെങ്തും നമുക്ക് കണ്ടാലേ അറിയാം, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പുതിയൊരു ഫോർമുല കിട്ടിയിട്ടുണ്ട്, ന്യൂ ഈക്വൽ ടു c ബൈ ലാംഡ എന്നൊരു ഫോർമുല കിട്ടി. c എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് സൈക്കിൾസ് പെർ സെക്കൻഡ് പറയാം, അതുപോലെ തന്നെ ഹെർട്സും പറയാൻ പറ്റുന്നു, ഓർമ്മ വേണം. ഹെർട്സ് ഫ്രീക്വൻസി നമ്മൾ റേഡിയോയിലൊക്കെ മെഗാ ഹെർട്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, 93.5 ബിഗ് FM എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഫ്രീക്വൻസി ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്കിൽ നിങ്ങൾ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി കൂടെ ഇതുമായിട്ട് ക്ലബ് ചെയ്താൽ എനർജി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്, പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. അപ്പൊ എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മാക്സ് പ്ലാങ്കിന്റെ ആ തിയറി കൂടെ നമ്മൾ ഇതിനകത്ത് ക്ലബ് ചെയ്യുന്നുണ്ട്. എനർജിയും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലും ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ ടു ന്യൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ഒരു എനർജി കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസിയും കൂടുന്നുണ്ട്, പക്ഷെ വേവ് ലെങ്ത് കുറയുന്നുണ്ട്. എനർജിയും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, വേവ് ലെങ്ത് അനുസരിച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റൊരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അത് വേവ് നമ്പർ ആണ്. മൂന്നാമതൊരു പ്രോപ്പർട്ടി വേവ് നമ്പർ, അതിനെ ന്യൂ ബാർ എന്ന് പറയാം. അത് വേവ് ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ വേവിന്റെ പ്രോപ്പർട്ടീസ് ആണ്. എന്തുകൊണ്ട് നമ്മൾ വേവിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇലക്ട്രോണിനെ വേവ് ആയിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. ഇനി വേവിന്റെ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്, വേവ് ലെങ്തും ഫ്രീക്വൻസിയും വേവ് നമ്പർ ന്യൂ ബാർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. വേവ് നമ്പർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് ആണെന്ന് മനസ്സിലാക്കാം. ഇനി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനർജിയും ഫ്രീക്വൻസിയും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എനർജി കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസിയും കൂടുന്നുണ്ട്, പക്ഷെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് വേവ് ലെങ്ത് കുറയുന്നു. അപ്പോൾ വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച് എനർജി കൂടുന്നു. വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ ആളിനാണ് എനർജി ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം. ഇനി അടുത്ത് നമ്മളൊരു പുതിയ വാക്ക് പറയുന്നു. മറ്റൊരു ടോപ്പിക്കിലേക്ക് വരാം. അതായത് സ്പെക്ട്രം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ സ്പെക്ട്രം എന്ന വാക്കിന്റെ അർത്ഥം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഗ്രൂപ്പ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് പുസ്തകങ്ങളുടെ ഗ്രൂപ്പ്, ഫ്ലവേഴ്സിന്റെ ഗ്രൂപ്പ് എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പിനെ പൊതുവെ വിളിക്കുന്ന പേര് സ്പെക്ട്രം എന്നാണ്. നമുക്ക് കുറെ ലൈനുകളുടെ കൂട്ടമാണെങ്കിൽ അത് ലൈൻ സ്പെക്ട്രവും, കുറെ ബാൻഡുകളുടെ കൂട്ടമാണെങ്കിൽ അത് ബാൻഡ് സ്പെക്ട്രവും ഒക്കെയാണ്. ഇനി നമുക്കറിയാം മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി അനുസരിച്ച് എനർജി അബ്സോർപ്ഷനും എമിഷനും പാക്കറ്റ് വൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും സ്പെക്ട്രം കിട്ടില്ല. പകരം കുറെ ഡിസ്ക്രീറ്റ് ലൈൻസ് ഒക്കെയാണ് സാധാരണ മോളിക്യൂൾസിലേക്ക് കിട്ടാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അബ്സോർപ്ഷനിലൂടെ ഇങ്ങനെ ലൈൻസ് ഉണ്ടായാലത് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നും, ഇനി എമിഷനും പാക്കറ്റ് വൈസ് ആയതുകൊണ്ട് എനർജി എമിറ്റ് ചെയ്യുന്ന സമയത്ത് ലൈൻസ് കിട്ടുന്ന സമയത്ത് അതിനെ എമിഷൻ സ്പെക്ട്രം എന്ന് സാധാരണ പറയാറുണ്ട്. ഓക്കെ, ഒന്നുകൂടെ ഓർമ്മിക്കാം, നമ്മൾ പുതിയൊരു വാക്ക് പറഞ്ഞത് സ്പെക്ട്രം ആണ്. സ്പെക്ട്രം എന്ന വാക്കിന്റെ അർത്ഥം അത് ഗ്രൂപ്പ് എന്നേ അർത്ഥമുള്ളൂ.
പിന്നെ കുറെ ലൈനുകൾ കൂട്ടിവെച്ചാൽ അത് ലൈൻ സ്പെക്ട്രമാണ്, കുറെ പ്ലെയിൻസ് കൂട്ടിവെച്ചാൽ അത് പ്ലെയിൻ സ്പെക്ട്രമാണ്, പിന്നെ കുറെ ബുക്കുകൾ കൂട്ടിവെച്ചാൽ അത് ബുക്കുകളുടെ സ്പെക്ട്രമാണെന്നൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി നമുക്ക് ഒരു മോളിക്യൂളായിട്ട് ബന്ധപ്പെട്ട് ഈ സ്പെക്ട്രത്തിന് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, മോളിക്യൂൾസിന്റെ പ്രത്യേകത, മോളിക്യൂൾസ് എനർജി അബ്സോർബ് ചെയ്യുന്നത് പാക്കറ്റ് വൈസ് ആയതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് കുറെ ലൈൻസ്, കുറെ ബ്ലാങ്ക് സ്പേസ് ഇങ്ങനെ വരും. അപ്പൊ എങ്കിൽ അബ്സോർപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലൈനുകളുടെ കൂട്ടത്തിനെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ എമിഷനും പാക്കറ്റ് വൈസ് ആയതുകൊണ്ട് മോളിക്യൂൾസ് എനർജി എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലൈനുകളുടെ കൂട്ടത്തിന് എമിഷൻ സ്പെക്ട്രം എന്ന് പറയാറുണ്ട്. സോ അബ്സോർപ്ഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതിയൊരു കാര്യം, അതായത് കുറെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. നിങ്ങൾക്ക് പരിചയമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്ഷൻ കാണിക്കുന്ന റേഡിയേഷൻസിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയേണ്ടത്. അപ്പൊ ഞാൻ അങ്ങനത്തെ കുറെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പരിചയപ്പെടുത്താം. ഒരെണ്ണം ഗാമ റൈസ് ആണ്, ഇനി ഒരെണ്ണം എക്സ് റൈസ്, പിന്നെ ഒരു അൾട്രാ വയലറ്റ് റൈസ്, പിന്നെ നമ്മുടെ വിസിബിൾ അല്ലെങ്കിൽ വിബ്ജിയോർ, പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ മൈക്രോവേവ്, റേഡിയോ വേവ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്തിന്റെയും കൂട്ടത്തിന് സ്പെക്ട്രം എന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നത് കുറെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്ഷൻ കാണിക്കുന്ന കുറെ റേഡിയേഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എങ്കിൽ ഇങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ കൂട്ടത്തിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പുതുതായി പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വേറൊന്നുമല്ല, അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ക്രമത്തിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയേണ്ടത്. ഇനി ആ ക്രമം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, വയലറ്റ്, റെഡ്. അപ്പൊ വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്നതോറും വേവ് ലെങ്ത് കൂടുന്നു, ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, വേവ് ലെങ്ത് നമുക്കറിയാം, അത് ട്രെയിനൊക്കെ നിൽക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്നത് ചുവന്ന കൊടിയാണ്. കാരണം ഇത്രയും ദൂരം സഞ്ചരിച്ച് വരാൻ കഴിവുള്ളത് റെഡ് എന്ന ലൈറ്റിന് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ വേവ് ലെങ്ത് കൂടുതലുള്ളത് റെഡിനാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതോറും വേവ് ലെങ്ത് കൂടുന്നു. അപ്പൊ ഈ ക്രമത്തിന്റെ പ്രത്യേകത, ഗാമ റൈസിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാണ് എക്സ് റൈസ്, എക്സ് റൈസിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാണ് അൾട്രാ വയലറ്റ് റൈസ്, അൾട്രാ വയലറ്റിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാണ് വിസിബിൾ. അങ്ങനെ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എഴുതിയിരിക്കുന്നു. ഇനി വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസിയുടെ ഡിക്രീസിംഗ് ഓർഡർ ആണ്, അല്ലെങ്കിൽ എനർജിയുടെ ഡിക്രീസിംഗ് ഓർഡർ ആണ്. അപ്പൊ അങ്ങോട്ട് പോകുന്നതോടെ വേവ് ലെങ്ത് കൂടി വരുന്നുണ്ട്, അതേസമയം ഫ്രീക്വൻസിയും എനർജിയും കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചെറിയ ചോദ്യം, അൾട്രാ വയലറ്റിനാണോ വിസിബിളിനാണോ എനർജി കൂടുതൽ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അങ്ങോട്ട് വേവ് ലെങ്താണ് കൂടുതൽ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടുന്നു, ഫ്രീക്വൻസി കുറയുന്നു. ഫ്രീക്വൻസി കുറയാന്ന് വെച്ചാൽ എനർജി കുറയുന്നു. സോ അൾട്രാ വയലറ്റിനേക്കാളും വിബ്ജിയോറിന് എനർജി കുറവാണ്. ഓക്കെ, വേവ് ലെങ്ത് കൂടുതലാണ് പക്ഷെ എനർജി കുറവാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇന്ന് കണ്ട രണ്ട് കാര്യങ്ങൾ, ഇന്ന് നമ്മൾ പറഞ്ഞത് വേവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി, പിന്നെ അതിനുശേഷം നമ്മൾ സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലാക്കി, അബ്സോർപ്ഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഒരു പ്രത്യേക ക്രമത്തിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ്, വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എഴുതിയിരിക്കുന്ന ആ പാറ്റേണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയേണ്ടത്. ആ പാറ്റേൺ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഗാമ റൈസിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാണ് എക്സ് റൈസ്, എക്സ് റൈസിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാണ് അൾട്രാ വയലറ്റ്, അൾട്രാ വയലറ്റിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാണ് വിസിബിൾ, അതിനേക്കാൾ വേവ് ലെങ്ത് കൂടുതൽ ഇൻഫ്രാറെഡ് ആണ്, അതിനേക്കാൾ വേവ് ലെങ്ത് കൂടുതൽ മൈക്രോവേവ്, ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ റേഡിയോ വേവ്സ് ആണ്. ഇത്രയും ദൂരം സഞ്ചരിച്ച് വരണം. സോ നീളം കൂടുതലുള്ളത് റേഡിയോ വേവിനാണ്, പക്ഷെ എനർജി കുറവാണെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പൊ ഇനി അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജനെ പറ്റിയാണ്. ഹൈഡ്രജന്റെ കയ്യിലുള്ള എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഇലക്ട്രോണിന്റെ പ്രത്യേകത, ആ ഇലക്ട്രോൺ നമുക്ക് തൽക്കാലം ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് ഇവിടെയാണെന്ന് വെച്ചോ, ഹൈഡ്രജന്റെ കയ്യിലുള്ള ഷെൽ, ഒരു ഷെല്ലേ ഉള്ളു, ശരിയാണ്, n=1. ന്യൂക്ലിയസ് ഇവിടെയുണ്ട്, സർക്കുലർ ആണ്, വരയ്ക്കാൻ സൗകര്യം കുറവായത് കൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചത് മാത്രമേ ഉള്ളൂ. സോ ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് ഉണ്ട്, ഹൈഡ്രജന്റെ കയ്യിൽ ആകപ്പാടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണിന്റെ പ്രത്യേകത, അത് നമ്മുടെ മാക്സ് പ്ലാങ്ക് തിയറി അനുസരിച്ച് ഒരു പാക്കറ്റ് എനർജി അബ്സോർബ് ചെയ്താൽ ആ ഇലക്ട്രോൺ അടുത്ത ലെവലിലേക്ക് മാറാം.
സോ n ഈക്വൽ ടു 2 ഇങ്ങനെ ചാടാം. ഇനി അവിടെ വെച്ച് ഒരു പാക്കറ്റ് അബ്സോർബ് ചെയ്താൽ അടുത്ത ലെവലിലേക്ക് പോവാം. അപ്പൊ അങ്ങനെ ഷെല്ലുകൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രോണിന്റെ ആവശ്യത്തിനനുസരിച്ച് എനർജി അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് പുതിയ പുതിയ ഷെല്ലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാം. നിലവിൽ ഗ്രൗണ്ട് എനർജി സ്റ്റേറ്റിൽ പിന്നെ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. പക്ഷേ എനർജി കൊടുക്കുന്ന സമയത്ത് പുതിയ പുതിയ ഷെല്ലുകൾ ആ പാക്കറ്റിന്റെ എണ്ണം അനുസരിച്ച് പുതിയ പുതിയ ഷെല്ലുകൾ വരുന്നുണ്ട്. n ഈക്വൽ ടു 4, n ഈക്വൽ ടു 5, n ഈക്വൽ ടു 6, n ഈക്വൽ ടു 7, n ഈക്വൽ ടു 8 എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ ഷെല്ലുകൾ അവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിന് എത്രമാത്രം എക്സൈറ്റേഷൻ സാധ്യമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ഒരു പാക്കറ്റ് അബ്സോർബ് ചെയ്ത് മുകളിലെത്താം, അയാൾ വീണ്ടും ഒരു പാക്കറ്റ് അബ്സോർബ് ചെയ്ത് മുകളിലെത്താം, ഇങ്ങനെ കയറി പോവാം, അതൊരു മാർഗം. ഇനി ഇവിടെ ഇരിക്കുന്ന ഒരാൾ തന്നെ രണ്ട് പാക്കറ്റ് അബ്സോർബ് ചെയ്ത് ഒറ്റ ചാട്ടത്തിൽ ഇവിടെ എത്താം. ഒരു ഇലക്ട്രോണിന്റെ കാര്യമാണ് പറയുന്നത്. അയാൾ അവിടെ വെച്ച് ഒരു പാക്കറ്റ് അബ്സോർബ് ചെയ്തിട്ട് മുകളിലോട്ട് പോവാം, അങ്ങനെ. അപ്പൊ അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് എത്രയോ എണ്ണം ട്രാൻസിഷൻ എക്സൈറ്റേഷന്റെ സാധ്യതകളുണ്ട്. വെറും ഒരു ഇലക്ട്രോണിന് തന്നെ ഇഷ്ടംപോലെ എക്സൈറ്റേഷന് സാധ്യതയുണ്ടെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ഇഷ്ടംപോലെ എക്സൈറ്റേഷൻ ഉള്ളതുപോലെ തന്നെ ഏറ്റവും മുകളിൽ കയറിയിരിക്കുന്ന ഒരു ഇലക്ട്രോൺ അയാൾക്ക് താഴെ എത്തണം. താഴെ എത്താൻ പല മാർഗങ്ങളുണ്ട്. അയാൾ ഇങ്ങനെ ചാടി താഴോട്ട് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് പാക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെ വന്നിട്ട് ചാടി വരാം. അപ്പൊ അങ്ങനെ അത് ചുരുക്കം പറഞ്ഞാൽ ഹൈഡ്രജന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിന് തന്നെ ഇഷ്ടംപോലെ എക്സൈറ്റേഷനും ഇഷ്ടംപോലെ ഡി എക്സൈറ്റേഷനും സാധ്യമാണ്. അതിൽ ഓരോ എക്സൈറ്റേഷന്റെയും ഡി എക്സൈറ്റേഷന്റെയും ഫലമായിട്ട് ഓരോ ലൈനുകൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായി വരുന്ന ലൈനുകളെയാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പുതുതായി മനസ്സിലാക്കുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റിയാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം വേറൊന്നുമല്ല, ഹൈഡ്രജന്റെ കയ്യിലുള്ള ആകപ്പാടെയുള്ള ഒരു ഇലക്ട്രോണിന്റെ എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷന്റെ ഫലമായി ഉണ്ടാകുന്ന ലൈനുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് തന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് ലൈൻസ് ഉണ്ട്. പക്ഷെ നമുക്കത് ഒന്ന് സമ്മറൈസ് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ലൈനുകൾ മാത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. ആ കുറച്ച് ലൈനിന്റെ പ്രത്യേകത നമ്മൾ അത് എമിഷൻ സ്പെക്ട്രമായിട്ടാണ് അത് സാധാരണ കാണിക്കുന്നത്. ഇഷ്ടംപോലെ ലൈൻസ് ഇതിനകത്തെല്ലാം ഉണ്ട്. നമുക്ക് സൗകര്യത്തിന് വേണ്ടി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എമിഷൻ സ്പെക്ട്രമായി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്പെക്ട്രം ഞാൻ കാണിക്കാം. അതായത് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ, ഇനി ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരാം, ഇവിടെ വന്നിട്ട് ഗ്രൗണ്ടിലേക്ക് വരാം, ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഈ എല്ലാ ലൈൻസിന്റെയും പ്രത്യേകത ഗ്രൗണ്ട് എനർജി ലെവൽ 1 ആണ്, എക്സൈറ്റഡ് ലെവൽ 2, 2, 3, 4, 5, 6, 7 ഏത് വേണോ വരാം. ഇനി വേറൊരു കുറെ ലൈൻസ് ഇങ്ങനെ ഇതുപോലെ. ഇതിന്റെ എല്ലാത്തിന്റെയും പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ ലൈൻസ് ഉണ്ട്. അപ്പൊ എല്ലാം കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എമിഷൻ സ്പെക്ട്രം മാത്രം കാണിക്കുന്നു. അതിൽ തന്നെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്ത് കാണിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ലൈൻസിന്റെ പ്രത്യേകത ഗ്രൗണ്ട് എനർജി ലെവൽ 2 ആണ്, എക്സൈറ്റഡ് ലെവൽ 3, 4, 5, 6 അങ്ങനെ പോകുന്നുണ്ട്. ഇനി വേറെ ചില ട്രാൻസിഷൻ ഇങ്ങനെ. ഇതിന്റെ പ്രത്യേകത ഗ്രൗണ്ട് എനർജി ലെവൽ 3 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഗ്രൗണ്ട് എനർജി ലെവൽ വെച്ചിട്ടാണെന്ന് ഓർമ്മ വേണം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ന്യൂ ബാർ ഈക്വൽ ടു RH ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്നൊരു ഫോർമുല. അപ്പൊ അതിൽ n1 നമ്മൾ ഗ്രൗണ്ട് എനർജി ലെവൽ എന്ന് പറയാറുണ്ട്, n2 എക്സൈറ്റഡ് ലെവൽ എന്ന് പറയാറുണ്ട്, RH റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എനിക്ക് ഉദാഹരണത്തിന് ഈ ലൈനിന്റെ പ്രത്യേകത, ഈ ലൈൻ പ്രത്യേകത n1 വാല്യൂ 1 n2 വാല്യൂ 2 ആണ്. ഇനി ഈ ലൈനിന്റെ പ്രത്യേകത, ഇതിന്റെ പ്രത്യേകത n1 വാല്യൂ 2, n2 ന്റെ വാല്യൂ 8 ആണ്. ഇനി ഈ ലൈനിന്റെ പ്രത്യേകത ഇതായിക്കോട്ടെ, ഇതിന്റെ n1 വാല്യൂ ഗ്രൗണ്ട് എനർജി ലെവൽ 2 ആണ്, n2 വാല്യൂ എക്സൈറ്റ് ലെവൽ 7 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗ്രൗണ്ട് എനർജി ലെവൽ വെച്ചിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ എങ്കിൽ ഈ n1 വാല്യൂ 1 ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ട് എനർജി ലെവൽ 1 ആയിരിക്കുന്ന ലൈൻസിന്റെ പ്രത്യേകത നമ്മളുടെ അൾട്രാ വയലറ്റ് റേഞ്ചിൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആ ഗ്രൂപ്പ് ഓഫ് ലൈൻസിനെ വിളിക്കേണ്ട പേര് ഒരു ശാസ്ത്രജ്ഞന്റെ പേരിലാണ് ലൈമാൻ സീരീസ് എന്ന് പറയണം. ഹൈഡ്രജൻ സ്പെക്ട്രത്തില് ഗ്രൗണ്ട് എനർജി ലെവൽ 1 കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻസിനെ വിളിക്കേണ്ട പേര്
ലൈമാൻ സീരീസ് എന്നാണ്. ആ ലൈമാൻ സീരീസിന്റെ പ്രത്യേകത അത് കാണപ്പെടുന്നത് അൾട്രാ വയലറ്റ് റേഞ്ചിലാണ്, ഓർമ്മ വേണം. ഇനി അതുപോലെ തന്നെ ഗ്രൗണ്ട് എനർജി ലെവൽ 2 കറസ്പോണ്ടിങ് സീരീസിനെ വിളിക്കേണ്ട പേര് ബാമർ സീരീസ് എന്നാണ്. അതിന്റെ പ്രത്യേകത അത് നമ്മുടെ വിസിബിൾ റേഞ്ചിൽ കാണാൻ പറ്റും. ഓക്കെ. ഇനി ഗ്രൗണ്ട് എനർജി ലെവൽ 3 കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്നത് പാഷൻ സീരീസ് എന്നാണ്. അപ്പൊ അതുപോലെ 4 അതുപോലെ 5. ഓക്കെ. പിന്നെ ഗ്രൗണ്ട് എനർജി ലെവൽ 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കേണ്ട പേര് ബ്രാക്കറ്റ് സീരീസ് എന്നാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് എനർജി ലെവൽ 5 കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരെ ഫണ്ട് സീരീസ് എന്ന് പറയാറുണ്ട്. പി ആദ്യത്തെ അക്ഷരമാണ്, ഫണ്ട് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഫണ്ട് സീരീസ് എന്ന് പറയണം. ഈ 3 ലൈൻസിന്റെ പ്രത്യേകത അത് ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ളതാണെന്ന് ഓർമ്മ വേണം. ഓക്കെ. അപ്പൊ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇന്ന് പറഞ്ഞത് വേവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വേവ് ലെങ്ത്, ഫ്രീക്വൻസി, പിന്നെ അതുപോലെ തന്നെ വേവ് നമ്പർ, ന്യൂ പ്രൊപ്പോർഷണൽ ടു ലാംഡ, ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ, വെലോസിറ്റി ഓഫ് ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്ത സ്പെക്ട്രം പറഞ്ഞു, അബ്സോർപ്ഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം. പിന്നെ അതിനുശേഷം ഹൈഡ്രജൻ സ്പെക്ട്രം പറഞ്ഞു, അതിനുശേഷം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പറഞ്ഞു. അതിന്റെ ക്രമം നമുക്കറിയാം. പിന്നെ അതിലൊരു ചോദ്യം, എക്സ്റേസിനാണോ യുവിസിനാണോ എനർജി കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇത് രണ്ടിനെയും നോക്കുന്ന സമയത്ത് വേവ് ലെങ്ത് കൂടുതൽ യുവിക്കാണ്. വേവ് ലെങ്ത് കൂടുമ്പോൾ എനർജി കുറയും. സോ യുവിക്ക് എനർജി കുറവ്, എക്സ്റേസിന് എനർജി കൂടുതൽ. ഇത്രയും ആൾക്കാരിൽ വെച്ചിട്ട് മോസ്റ്റ് എനർജറ്റിക് എന്നുള്ളത് ഗാമ റേസ് ആണ്, ലീസ്റ്റ് എനർജറ്റിക് എന്നുള്ളത് റേഡിയോ വേവ്സ് ആണ്. വേവ് ലെങ്ത് കൂടുതലുള്ളത് പക്ഷേ റേഡിയോ വേവ്സിനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റിയാണ്. ഹൈഡ്രജനിലുള്ള ഒരു ഇലക്ട്രോണിന്റെ എക്സൈറ്റേഷൻ, ഡി എക്സൈറ്റേഷനിലൂടെ വരുന്ന ഗ്രൂപ്പ് ഓഫ് ലൈൻസിനെയാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയേണ്ടത്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ പ്രത്യേകത അത് ഗ്രൗണ്ട് എനർജി ലെവൽ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഹൈഡ്രജൻ സ്പെക്ട്രം ക്ലാസിഫൈ ചെയ്യുന്നത്. ഹൈഡ്രജൻ സ്പെക്ട്രം 5 തരം ലൈൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ലൈൻസ് ലൈമാൻ സീരീസ് ആണ്. രണ്ടാമത്തെ ബാമർ സീരീസ് ആണ്. അടുത്തത് പാഷൻ സീരീസ്, പിന്നെ ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്, അങ്ങനെ 5 തരം ലൈൻസ് ഉണ്ട്. ഫണ്ട് സീരീസിന്റെ ഗ്രൗണ്ട് എനർജി ലെവൽ 5 ആണ്. എക്സൈറ്റ് ലെവൽ 6, 7, 8 വരാം. അതേസമയം ലൈമാൻ സീരീസിന്റെ പ്രത്യേകത അതിന്റെ ഗ്രൗണ്ട് എനർജി ലെവൽ 1 ആണ്. എക്സൈറ്റ് ലെവൽ 2, 3, 4, 5, 6, 7, 8 ഒക്കെ വരാം. ഈ ബാമർ സീരീസിന്റെ ഗ്രൗണ്ട് എനർജി ലെവൽ വാല്യൂ 2 ആണ്. എക്സൈറ്റ് ലെവൽ 3, 4, 5 ഒക്കെ വരാം. പാഷൻ സീരീസ് ഗ്രൗണ്ട് എനർജി ലെവൽ 3 ആണ്. അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം. ഇനി ഓൺവേർഡ് ക്വസ്റ്റിന്റെ സാധ്യതയുണ്ട്. ഇൻഫ്രാറെഡ് റേഞ്ചിൽ കാണപ്പെടുന്ന റേസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പാഷനും ബ്രാക്കറ്റും ഫണ്ടും ആണ്. നമുക്ക് വിസിബിൾ റേഞ്ചിൽ കാണപ്പെടുന്നത് ബാമർ സീരീസ് ആണ്. അൾട്രാവയലറ്റ് റേഞ്ചിൽ കാണപ്പെടുന്നത് ലൈമാൻ സീരീസ് ആണ്. ഇനി ഓരോ ലൈനിന്റെയും വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ RH × 1/n² - 1/n² എന്ന ഇക്വേഷനിലൂടെ കണ്ടുപിടിക്കാം. ഓക്കെ. തൽക്കാലം ഇത്രയും നല്ലവണ്ണം പഠിക്കുക. അപ്പൊ ഹെഡിങ്സ് ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ആണ് ഒരു കാര്യം. പിന്നെ പറഞ്ഞ കാര്യം സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, പിന്നെ പറഞ്ഞത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റി പറഞ്ഞു. ഓക്കെ. അപ്പൊ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ചത് ബോർ മോഡൽ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബോർ മോഡലിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.